ഇറാനെതിരെ കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ യുദ്ധം തുടരാനാകില്ലെന്ന് ജനപ്രതിനിധി സഭ പ്രമേയം പാസാക്കി അമേരിക്കയിൽ. ഇത് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ചെക്ക് പറയുന്ന തരത്തിലാണ്. ഇനി മുന്നോട്ട് മൂവിങ് ചെയ്യണമെങ്കിൽ കോൺഗ്രസിന്റെ അനുമതി വേണം എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള രൂക്ഷമായിരിക്കുന്ന വിമർശനം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപിന് നേരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം. അനാവശ്യമായിരിക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് രാജ്യത്തെ എടുത്തെറിയപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ട്രംപ് ചെയ്തത്. ജയിക്കാത്ത ഒരു യുദ്ധത്തിലും കൃത്യമായ രീതിയിൽ അതിൻ്റെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങൾ മനസ്സിലാക്കാത്ത രീതിയിലും ഇതിലിടപെട്ട രീതി ശരിയല്ല എന്ന് ലോകം പറയുന്നു. അമേരിക്കക്ക് അത് കണ്ണടക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് ചുരുക്കം. ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെ ഭരണകക്ഷിയായിരിക്കുന്ന പാർട്ടിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി. അതിലുള്ള 4 പേർ കൂറുമാറിയിട്ട് പ്രതിപക്ഷമായിരിക്കുന്ന ഡെമോക്രാറ്റിക് പാർട്ടി കൊണ്ടുവന്ന പ്രമേയത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. അതോടുകൂടി ഈ പ്രമേയം വിജയിച്ചു. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആഘാതം ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ ഒരു സാമ്രാജ്യ തകർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ച ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്ത് അങ്ങനെയാണ്. അമേരിക്ക എന്ന് പറയുന്ന സാമ്രാജ്യത്തിൻ്റെ അടിത്തറ തകർന്നിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് എന്ന് ആർക്കും പറയാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് ചുരുക്കം. ഇങ്ങനെയാണ് പറയുന്നത്. ഒരു സാമ്രാജ്യം അതിൻ്റെ അവസാനത്തിലേക്ക് അടുക്കുമ്പോൾ അത് കൂടുതൽ അക്രമാസക്തരാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് സോവിയറ്റ് യൂണിയനുള്ള കാലത്ത്, സ്റ്റാലിൻ്റെ ഭരണകാലത്ത് അത് കണ്ടിട്ടുണ്ട്, ക്രൂഷേവിൻ്റെ ഭരണകാലത്ത് കണ്ടിട്ടുണ്ട്, ഹിറ്റ്ലറുടെ ഭരണകാലത്ത് കണ്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുക എന്നുള്ളത് അവർക്ക് തന്നെ അറിയില്ല. ഏതൊക്കെ രീതിയിലാണ് മനുഷ്യന്മാരെ കൊല്ലേണ്ടത് അതും അവർക്കറിയില്ല. നീതിയും ധർമ്മവും സത്യവും ഒന്നും പിന്നെ ഉണ്ടാവില്ല. എന്തൊക്കെ തോന്നുന്നോ അതൊക്കെ ചെയ്യുന്നത്. ആ രീതിയിലേക്ക് ഇപ്പോൾ അമേരിക്ക മാറിക്കുന്നു എന്നുള്ളതാണ്. തീരുമാനങ്ങൾ വിവേകമായിരിക്കും, നടപടികളും അങ്ങനെ തന്നെ ആയിരിക്കും. ആഗോള മേധാവിത്വം നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുന്ന സമയത്ത് എന്തും ചെയ്യുന്നിടത്തേക്ക് കാര്യങ്ങൾ വരും. ആണവായുധം പോലും ആ മേഖല ചർച്ചയാകും എന്നുള്ളത് ചുരുക്കം. അപ്പോൾ ഇതെല്ലാം കണക്ക് കൂട്ടിയിട്ടാണ് ഈ ജനപ്രതിനിധി സഭ ട്രംപിനെതിരെ പ്രമേയം കൊണ്ടുവന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. 1973 വാർ പവർ റെസൊല്യൂഷൻ പാസ്സാക്കുന്നത്, അല്ലെങ്കിൽ അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ദീർഘകാല യുദ്ധം, ആ യുദ്ധത്തിൻ്റെ പീരീഡ് പറഞ്ഞിട്ടുണ്ട് 60 days ആണ്, 60 ദിവസം. 60 ദിവസം സ്വന്തമായ രീതിയിൽ ഈ അമേരിക്കയുടെ പ്രസിഡൻറ്റിൻ്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് 60 ദിവസം യുദ്ധം ചെയ്യാം. അതിന് കോൺഗ്രസിൻ്റെ അനുമതി കാര്യങ്ങൾ ആവശ്യമില്ല. 60 ദിവസം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോൺഗ്രസിന് അനുമതി ഇല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി പറ്റില്ല. അവിടെ ഒരു പ്രമേയം കൊണ്ടുവരും, അത് വോട്ടെടുപ്പിൽ വിജയിക്കണം എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ പരാജയപ്പെട്ടത്. കോൺഗ്രസിൻ്റെ അനുമതി ഇല്ലാതെയുള്ള മുന്നേറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഇപ്പം തടസ്സമായിട്ട് വന്നിരിക്കുകയാണ് എന്നാണ് ചുരുക്കം. ഹൗസ് ഓഫ് റെപ്രസെൻറ്റേഷൻ ഈ ചർച്ച ചെയ്തത് ഇങ്ങനത്തെ: ഇറാനെതിരെയുള്ള സൈനിക നടപടി കോൺഗ്രസിൻ്റെ അനുമതി ഇല്ലാതെ തുടരുകയാണ്, അതുകൊണ്ട് തന്നെ അത് നിർത്തണം എന്നാവശ്യപ്പെട്ടു. വാർ പവർ റെസൊല്യൂഷൻ പാസാക്കിയ വോട്ടെടുപ്പിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ 208 പേർ അനുകൂലിച്ചും 215 പേർ എതിർത്തും വോട്ട് ചെയ്തു. 4 പേര് ട്രംപിൻ്റെ പാർട്ടിയിൽ നിന്ന് കൂറുമാറിയിട്ട് എതിർ പാർട്ടിക്ക് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ കാലുമാറ്റവും കൂറുമാറ്റമൊക്കെ ഇവിടെ നിന്നല്ല, അമേരിക്കയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കുന്നത്. പ്രസിഡന്റിൻ്റെ യുദ്ധാധികാരവും കോൺഗ്രസിൻ്റെ അധികാരവും തമ്മിൽ ഭരണഘടനാപരമായ രീതിയിൽ ചില തർക്കങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ തീർപ്പ് കൽപ്പിക്കപ്പെട്ടു. എങ്ങനെ? യുദ്ധത്തിന് കോൺഗ്രസിൻ്റെ അനുമതി വാങ്ങണം എന്നുള്ളത് നിർബന്ധമാണ്. അതോടുകൂടി എന്തെങ്കിലും ചെയ്യാനൊന്നും പറ്റില്ല. ഇപ്പോൾ 2026 ഈ വർഷം നവംബർ മാസം 3-ാം തീയതി അവിടെ ഒരു മിഡ് ടൈം ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട്. മിഡ് ടൈം ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള വിലയിരുത്തലും അതിൽ പെടും എന്നുള്ളതാണ്. നേരിയ ഭൂരിപക്ഷത്തിലാണ് നിലവിൽ ഇപ്പോൾ ട്രംപ് ഭരിക്കുന്നത്. ട്രംപ് 5 വർഷം, അവരുടെ 4 വർഷം ലക്ഷ്യം കാണില്ല എന്ന് പോലും പറയപ്പെടുന്നവരുണ്ട് കേട്ടോ. നേരിയ ഭൂരിപക്ഷത്തിൽ ട്രംപിൻ്റെ പാർട്ടി ആയിരിക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടി ഭരിക്കുന്നു. സെനറ്റ് 100 സീറ്റാണ്, അവരുടെ സെനറ്റ് 100 സീറ്റാണ്. റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെ പാർട്ടിക്ക് 53 സീറ്റും ഡെമോക്രാറ്റിക് പാർട്ടിക്ക് 45 സീറ്റുമാണ്. 2 പേർ സ്വതന്ത്രനാണ്. ഇങ്ങനെയാണ് അവിടെ ഭരിക്കുന്നത്. ഇനി ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് അവിടെ വളരെ പ്രധാനപ്പെട്ടാണ്, നമ്മുടെ പാർലമെൻറ്റ് പോലെയാണ്. അതിൽ 435 സീറ്റാണ് മൊത്തമുള്ളത്. അവിടെയാണ് പ്രശ്നം വരാൻ പോകുന്നത്. ഈ 435 സീറ്റിൽ റിപ്പബ്ലിക്കൻ പാർട്ടി, അതായത് ട്രംപിൻ്റെ പാർട്ടിക്ക് 217 സീറ്റും ഡെമോക്രാറ്റിക് പാർട്ടിക്ക് 212 സീറ്റുമാണ്. ഒരു സ്വതന്ത്രൻ. എന്നാൽ ഒഴിവുള്ളത് 5 സീറ്റാണ്. 5 സീറ്റിലേക്ക് ഇനി മത്സരം വേണ്ടതുണ്ട്. ഈ 5 സീറ്റിലേക്കുള്ള മത്സരത്തിൽ
ഡെമോക്രാറ്റിക് പാർട്ടിയാണ് വിജയിക്കുന്നതെങ്കിൽ അവർക്ക് എത്ര സീറ്റ് വരുന്നത്? 212, 5ഉം 217. റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെ പാർട്ടിക്ക് നിലവിൽ 217 സീറ്റുണ്ട്, തുല്യത വരും. അപ്പോൾ അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുണ്ട്, ആ സ്വതന്ത്ര സ്ഥാനാർത്ഥി നിർണായകമാണ്. ഈ തരത്തിലൊക്കെ അവിടെ കണക്ക് കൂട്ടുന്നുണ്ട്, അങ്ങനെ വന്നോ ഇല്ല എന്നുള്ളതല്ല വിഷയം. ഇത് പരിശോധന നിർണായകമാണ്. ഒഴിവുകളിലുള്ള സീറ്റുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പം രണ്ട് തരത്തിൽ ഇതിനെ വിലയിരുത്തുന്നുണ്ട്. അതിലൊന്ന് പറയുന്നത് ഇങ്ങനെയാണ്: അമേരിക്കയെ നേരിട്ട് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നൊരു പരിശോധന നടത്തിയപ്പോൾ ഉണ്ടാവില്ല എന്ന് തീർത്ത് പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ മറുപടി. അതിനൊരു കാര്യം കൂടെ അതിൽ പറയുന്നത്, മിയാമി എന്ന് പറയുന്ന അമേരിക്കയുടെ സുപ്രധാനമായിരിക്കുന്ന കടൽ തീരം ചേർന്നിട്ടുള്ള നഗരം ഇറാനെ സംബന്ധിച്ചിടത്തോളം 9500 കിലോമീറ്റർ ദൂരപരിധിയാണ്. അവരുടെ തെഹ്റാൻ ടു ഈ മിയാമിയിലേക്ക് 9500 കിലോമീറ്ററാണ്. നിലവിലെ കണക്ക് കൂട്ടലുകളൊക്കെ ഇറാൻ്റെ നിലപാടിനൊക്കെ മാറ്റി നിർത്തിയിട്ട് കൂട്ടുകയാണെങ്കിൽ പോലും 10,000 കിലോമീറ്ററോ അതിൽ കൂടുതലോ ദൂരപരിധിയുള്ള മിസൈലുകൾ ഇറാൻ്റെ കൈവശത്തിലുണ്ട് എന്നുള്ളത് കൃത്യമാണ്. ഒന്നുകിൽ അവർ നിർമ്മിച്ചതാണ്, അല്ലെങ്കിൽ കൊറിയ കൊടുത്താണ്. കൊറിയയുടെ കൈവശത്തിൽ 15,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഏതാണെങ്കിലും അവരുടെ കൈവശത്തിലുണ്ട്. അപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭാഗം പോലും യുദ്ധത്തിൻ്റെ ഭാഗമാകാൻ പോകുന്നു എന്ന് പറയുന്നത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല, അത് ഗൗരവമുള്ള കാര്യമാണ്. ഇപ്പോൾ ലോകത്ത് ആദ്യമായിട്ടാണ് ഒരു വിമാന ദുരന്തം ചാവേർ ദുരന്തമായിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ അത്രക്ക് ബുദ്ധിപരമായിരിക്കുന്ന ഇടപെടലുകൾ ഈ അമേരിക്കക്കെതിരെ നടത്തുന്നവർ ലോകരാജ്യത്തുണ്ട് എന്ന് തെളിയിക്കുന്നതായിരുന്നു അത്. പെൻറ്റഗൺ ആക്രമിച്ചത് അൽ-ഖ്വയ്ദ എന്ന് പറയുന്ന ഭീകരവാദികൾ യാത്രാ വിമാനം കൈവശപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ഭീകര ആക്രമണമായിരുന്നു. ലോകത്തെ ഞെടുക്കിയ ആക്രമണം. ബിൽഡിങ് തുളച്ചുകൊണ്ട് വിമാനം പുറത്തോട്ട് ചാടുന്നതിനിടയിൽ പൊട്ടിത്തെറി ഉണ്ടായ കാര്യങ്ങളൊക്കെ അറിയാം. 1 അല്ല 3 വിമാനം അങ്ങനെ നടന്നു. അപ്പോൾ തങ്ങളുടെ രാജ്യം പൂർണ്ണമായ രീതിയിൽ സുരക്ഷിതമാണ് എന്ന് 100% എങ്ങനെ പറയാൻ വേണ്ടി സാധിക്കും? ആ ഒരു വരവും അതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും കൃത്യമായ രീതിയിൽ നിരീക്ഷിക്കാനോ അതിനെ പ്രതിരോധിക്കാനോ ഇല്ലാതാക്കാനോ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല. നമ്മൾ സുരക്ഷിതരാണ് എന്നൊക്കെ പറയാമെന്നല്ലാതെ. ഇനിയിപ്പോൾ മിഡിൽ ഈസ്റ്റിൻ്റെ കാര്യത്തെക്കുറിച്ചിട്ട് ആ റിപ്പോർട്ടിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, മിഡിൽ ഈസ്റ്റിൽ നമ്മൾ ഏറ്റവും വലിയ ശമ്പളം വാങ്ങുന്ന, അതായത് അമേരിക്കൻ പൗരന്മാരെ കുറിച്ചാണ് പറയുന്നത്, ഏറ്റവും വലിയ ശമ്പളം വാങ്ങുന്ന, ഏറ്റവും ഉന്നത സ്ഥാനത്തിലും പോസ്റ്റിലും ഇരിക്കുന്നവരാണ് നമ്മളിൽപ്പെട്ടവർ. ഇന്നത്തെ അവസ്ഥ അവർക്ക് അമേരിക്കക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്ത് ഇറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് നമ്മുടെ ദേശത്തിൻ്റെ മക്കൾ നിലവിലായിരിക്കുന്നു. കള്ളന്മാരെ പോലെ അവർ ഒളിച്ചും പാത്തും പതുങ്ങിയുമാണ് പല സ്ഥലത്തും പോയിട്ട് ഭക്ഷണ കാര്യങ്ങളോ ബന്ധപ്പെട്ടതോ വാങ്ങുന്നത്. അങ്ങനെ തന്നെ അവർ ഒഴിവുള്ള സ്ഥലത്ത് പോയിട്ട് താമസിക്കും. ഒഴിവുള്ള സ്ഥലം എന്ന് പറയുന്നത് VIP പോലെയുള്ള മേഖലകളിൽ ഇപ്പോൾ അമേരിക്കൻ പൗരന്മാർ ഗൾഫ് രാജ്യത്ത് താമസിക്കുന്നില്ല. ആ രാജ്യത്തിലെ പൗരന്മാർ താമസിക്കുന്ന ഇടത്തിൽ അവരോടൊപ്പം ചേർന്നുകൊണ്ട് താമസിക്കുന്ന രീതിയാണ് ഇപ്പോൾ തുടരുന്നതെന്ന് വെച്ചാൽ സാധാരണ രീതിയിലുള്ള ജീവിത നിലവാരം. കാരണം ജീവൻ ആർക്കും പേടില്ലാതെക്കില്ലല്ലോ. അപ്പോൾ അവിടുന്ന് ജോലിയൊക്കെ റിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെതായിരിക്കുന്ന പ്രയാസം ഉണ്ടാവും. വലിയ ശമ്പളത്തിനാണ് അവർ ജോലി ചെയ്യുക. $30,000 അല്ല $40,000 അല്ലെങ്കിൽ $1,00,000 ഇതൊക്കെയാണ് ശമ്പളം. ജോലി കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. അവിടെ ഉണ്ടെങ്കിൽ കുത്തിരിക്കുന്ന പണിയല്ലാതെ വേറെ പണികളുണ്ടാകും. അതങ്ങനെ ഒഴിവാക്കിയിട്ട് പോകുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ മാനസികപരമായിരിക്കുന്ന പ്രയാസം ഉണ്ടാവുമല്ലോ. അങ്ങനെ വല്ലാതെ കുടുങ്ങിയിരിക്കുന്നു. അപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സുരക്ഷിതമായ മേഖല ഇരുന്നു കൊണ്ട് നിർദ്ദേശങ്ങൾ നൽകുന്നു. അത് ചെയ്യും, ഇത് ചെയ്യും, ഇങ്ങോട്ട് പോകും, അങ്ങോട്ട് പോകും, ഇവിടെ പോകുമ്പോഴും അവിടെ പോകുമ്പോഴും, അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. മുമ്പത്തെ രാജഭരണം പോലെയല്ല. രാജഭരണത്തിലാണെങ്കിൽ യുദ്ധം ചെയ്യേണ്ട രാജാവ് തന്നെയാണ്, ബാക്കിയുള്ള പ്രജകളൊക്കെ തൊട്ട് പിറകിലാണ്. ഇപ്പോൾ നേരെ ഓപ്പോസിറ്റാണ്. ഇപ്പോഴത്തെ പ്രസിഡന്റുമാർ ആഹ്വാനം ചെയ്യുന്നു, പ്രജകൾ പോയിട്ട് യുദ്ധം ചെയ്യുന്നു, അവർ മരിക്കുന്ന പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. പകരത്തിന് വേറെ ആളെ വെക്കുന്നു. അങ്ങനെ തന്നെയാണ്. 10,000-ലധികം സൈനികരാണ് റഷ്യയുടെ സൈനികർ ഉക്രൈൻ്റെ അടുത്തുള്ളത്. 15,000-ലധികം ഉക്രൈൻ സൈനികരാണ് റഷ്യയുടെ അടുത്തുള്ളത്. ഈ 2 സൈനികരും മറ്റുള്ളവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയാണെന്ന് ചുരുക്കം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഇങ്ങനെയാണ്. അമേരിക്ക ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം കാലാവധി പൂർത്തിയാക്കുന്ന ഒരു ഭരണാധികാരിയാവുക എന്ന് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ വലിയ പ്രയാസമാണ്. വലിയ രീതിയിലുള്ള മാനസിക പ്രയാസവും സമ്മർദ്ദവും അയാൾ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്ന് ചുരുക്കം.